വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തന്നെ ഇപ്പം ലിവർപൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സൈനിങ്ങളുടെ പിന്നാലെയാണ് നിലവിൽ ലിവർപൂൾ പോകുന്നത്. ഒന്ന് മാർക്ക് ഗുയേഹി, രണ്ട് ജിയോവാനി ലിയോണി. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓൾറെഡി FSG ഒന്ന് പിടിച്ചു കുലുക്കിയതാണ്, അല്ലെങ്കിൽ അവരൊന്ന് ഇളക്കി മറിച്ചതാണ്. കാരണം കെർക്കസിനെ കൊണ്ടുവന്നു, ഫ്രിങ്പോങ്ങിനെ കൊണ്ടുവന്നു, അവർ എക്കിറ്റിക്കേനെ കൊണ്ടുവന്നു. അവര് വലിയ ഫീ കൊടുത്തുകൊണ്ട്, ക്ലബ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ ഫീ കൊടുത്തുകൊണ്ട് അവര് ഫ്ലോറിയൻ വ്രിറ്റ്സിനെ കൊണ്ടുവന്നു. ഇതൊക്കെ തന്നെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സൈനിങ്ങുകളാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന വേറൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ഇസാക്ക് ലിവർപൂളിലേക്ക് വരാനുള്ള സാധ്യതകൾ ലൈവാണെന്നാണ്. കാരണം ഇസാക്ക് നിലവിൽ ന്യൂക്കാസിലിൻ്റെ അടുത്ത് സ്ട്രൈക്കിലാണ്. ന്യൂക്കാസിലിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. കൂടാതെ ആള് ആ ഒരു സിറ്റിയിലെ തൻ്റെ വീട് വിൽപ്പനയ്ക്ക് വെച്ചു. അങ്ങനത്തെ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്ന പ്രകാരം ഫൈനലി ഇസാക്ക് ലിവർപൂളിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിവേ അത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇസാക്കിന് ലിവർപൂളിലേക്ക് വരണം. ന്യൂക്കാസിൽ ആളെ വിടൂല എന്നുള്ളൊരു പിടിവാശിയിലാണുള്ളത്. സോ ലെറ്റ് സി ആ ഒരു കേസ് എങ്ങനെ പോകുന്നു. എനിവേ നമുക്ക് സംസാരിക്കാനുള്ളത് മറ്റ് രണ്ട് പ്ലേയേഴ്സിനെ കുറിച്ചാണ്. ജിയോവാനി ലിയോണി, അതുപോലെ തന്നെ മാർക്ക് ഗുയേഹി. ഈ രണ്ട് പേരും വന്നു കഴിഞ്ഞാൽ അത് ലിവർപൂളിൻ്റെ ഡിഫൻസിന് കൊടുക്കാൻ പോകുന്ന സ്ട്രെങ്ത് ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ലിവർപൂളിൻ്റെ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ വാൻഡൈക്ക് ഉണ്ട്, പക്ഷെ വാൻഡൈക്കിന് അത്യാവശ്യം ഏജ് ഉണ്ട്. ആളെ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സമയത്ത് ഏജ് ഒരു കൺസേൺ ആയിട്ട് വരാം. പിന്നെ ആൾക്ക് പെയർ ചെയ്യാനുള്ളത് ഇബ്രാഹിം കൊനാട്ടയാണ്. കൊനാട്ടയ്ക്ക് ചില സമയത്ത് ഇഞ്ചുറി പ്രശ്നം വരാറുണ്ട്, അതൊരു വിഷയമാണ്. പിന്നെ അവിടെ ഉള്ളത് ആരാണ്? ഗോമസ് ആണ്. ഗോമസ് സ്ഥിരം ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. പിന്നെ ക്വാൻസ ഉണ്ടായിരുന്നു. ക്വാൻസ ക്ലബ്ബ് വിട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. സോ അവിടെ കളിക്കാൻ വേറെ പ്ലെയേഴ്സ് ഇല്ല. അപ്പോൾ അവിടേക്ക് അവർ രണ്ട് സെൻട്രൽ ബാക്കുകളെ കൊണ്ടുവരുന്നത്, അതും ഒരു ലോങ് ടേം വിഷനോടെ, കുറേ കാലത്തിന് ശേഷം പ്രോപ്പർ ലോങ് ടേം വിഷനോടെ, ഒരു ഹങ്കറോടെ FSG ഈ ട്രാൻസ്ഫർ വിൻഡോനെ സമീപിക്കുകയാണ്. അതാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സൈനിങ്സും അത്യാവശ്യം യങ് ആണ്. ഗുയേഹി ആണെങ്കിലും അത്യാവശ്യം യങ് ആണ്, അവർക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. അതുപോലെ ലിയോണി ആണെങ്കിലും അത്യാവശ്യം യങ് ആണ്. ഈ രണ്ടാളും അവർക്ക് എങ്ങനെ യൂസ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസിലെ ഡെപ്ത് ഭീകരമായിരിക്കും. ഓൾറെഡി കൊനാട്ടെ, വാൻഡൈക്ക്, പിന്നെ അവിടെ ഗുയേഹിയും ലിയോണിയും വരുന്നു. ഓക്കെ, അത് തന്നെ ഇപ്പോൾ ഗുയേഹിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗുയേഹി ഒരു സൂപ്പർ സെൻറ്റർ ബാക്കാണ്. ടെക്നിക്കൽ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ സെൻറ്റർ ബാക്കാണ്. പ്രീമിയർ ലീഗിൽ ഒരു സെൻറ്റർ ബാക്കിനെ ത്രൈവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണോ ആ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള പ്ലെയറാണ് ഗുയേഹി. ആള് ക്രിസ്റ്റൽ പാലസിൻ്റെ കൂടെ ആണെങ്കിലും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് നാഷണൽ ടീമിലേക്ക് വരുന്ന സമയത്ത് അവസരം കിട്ടിയപ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ നല്ല പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുള്ള പ്ലെയറാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പ്ലെയറാണ്. പ്രീമിയർ ലീഗിലെ എന്താ പറയുക, നല്ല റെക്കഗ്നീഷൻ കിട്ടുന്ന സെൻട്രൽ ബാക്കുകളിൽ ഒരാളാണ് ഗുയേഹി. സോ ആ ഗുയേഹിനെ അവർ കൊണ്ടുവരുന്നു. ഗുയേഹി വരുന്നതോടെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസും കൂടാണ് ടീമിലേക്ക് വരുന്നത്. സോ അത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ്. അതിനി ലോങ് ടേമിൽ വാൻഡൈക്കിനൊക്കെ റിപ്ലേസ് ചെയ്യാനാണെങ്കിലും പറ്റിയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് നിലവിൽ മാർക്ക് ഗുയേഹി. അവർക്ക് ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. പിന്നെ ലിയോണി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ബാക്കപ്പ് പ്ലെയർ എന്ന പോലെ അവർക്ക് കിട്ടുകയാണ്. ഈ ജിയോവാനി ലിയോണിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ആൾ നല്ല ഫിസിക്കലാണ്. കളി കണ്ടു കഴിഞ്ഞാൽ അറിയാം ആൾ എങ്ങനെയാണ് തൻ്റെ ഫിസിക്ക് യൂസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നത്. ബോഡി ഇട്ടിട്ട് ഓപ്പണൻസിനെ ആള് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് ആളുടെ ഹൈലൈറ്റ്സ് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ 18 വയസ്സേ ആയിട്ടുള്ളൂ. അത്ര ടോപ്പ് സെൻറ്റർ ബാക്ക് ഒന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ തരക്കേടില്ലാത്തൊരു പ്രോസ്പെക്റ്റ് ആണ്. പ്രീമിയർ ലീഗിൽ ഇവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിരിക്കും. ഡിഫൻസിന് കൊടുക്കാൻ പോകുന്ന ഡെപ്ത് നൈസായിരിക്കും. പിന്നെ അറിയാലോ, ഇറ്റാലിയൻ ഡിഫൻഡർമാർക്ക് എപ്പോഴും ഒരു ക്വാളിറ്റി കാണാറുണ്ട്. അത് ഈ പ്ലെയറിൽ എന്തായാലും ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഹീ ലുക്സ് ഗുഡ് ഇൻ പാർമ. അപ്പോൾ പാർമേത്തെ ആ ഒരു കളി ചെറിയ രീതിക്ക് ഇങ്ങോട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഡൊമസ്റ്റിക് ലീഗിലെ പല മാച്ചസിലും ലിവർപൂളിന് ഈ പ്ലെയറിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പല കീ പ്ലെയേഴ്സിനും റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അവസരം കിട്ടുന്ന സമയത്ത് ആൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേമിൽ ലിവർപൂളിൽ ഈ ഒരു പ്ലെയറിന് ഒരു ഭാവി ഉണ്ടാവും എന്നുള്ളതാണ്. എസ്പെഷ്യലി കൊനാട്ടയൊക്കെ നെക്സ്റ്റ് സീസണിൽ ചിലപ്പോൾ ട്രയലിലേക്ക് പോയേക്കാം. അത്തരത്തിലുള്ള ന്യൂസൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. കോൺട്രാക്ട് സിറ്റുവേഷൻ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. സോ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉള്ള സ്ഥിതിക്ക് ഈ ഒരു പ്ലെയറിൻ്റെ സൈനിങ്ങിന് അവിടെയുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഓക്കെ,
പിന്നെ വരുന്ന വേറൊരു വാർത്തയാണ് ഡൊന്നറുമ്മൻ്റെ കാര്യം. ഡൊന്നറുമ്മൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര ഡെസ്പാണെന്നാണ് ആളുടെ പോസ്റ്റൊക്കെ കണ്ട് തോന്നുന്നത്. കാരണം PSG അവിടേക്ക് ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് ചെവാലിയറെ സൈൻ ചെയ്തു. ചെവാലിയർ നിലവിൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം അവർ നിർബന്ധ ബുദ്ധിയോടെ നമ്മുടെ ഡൊന്നറുമ്മനെ ഒഴിവാക്കുകയാണ്. ഡൊന്നറുമ്മക്ക് അവിടെ നിൽക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ someone wants me out എന്നാണ് ഡൊന്നറുമ്മ പറഞ്ഞത്. അതായത് ക്ലബിലെ ചില ആൾക്കാർക്ക് എന്നെ ടീമിൽ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പോവാണെന്നുള്ള തരത്തിലാണ് ഡൊന്നറുമ്മ പറഞ്ഞത്. അപ്പോൾ ഡൊന്നറുമ്മ ഇനി എങ്ങോട്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ 2 മാഞ്ചസ്റ്റർ ക്ലബ്ബുകളുടെ പേരാണ് നമ്മൾ പ്രധാനമായിട്ടും ലിങ്ക് ചെയ്ത് കേട്ടിട്ടുള്ളത്. ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റി, 2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇപ്പം സിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജെയിംസ് ട്രാഫോർഡ് ഉണ്ട്, എഡേഴ്സൺ മിക്കവാറും ലീവ് ചെയ്യും. എന്നിരുന്നാൽ കൂടി ഡൊന്നറുമ്മനെ പോലത്തെ ഒരു ഗെയിം വിന്നിങ് ഗോൾ കീപ്പർ യൂറോപ്യൻ നൈറ്റ്സിലൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ഗെയിം പ്ലെയർ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് കൊടുക്കാൻ പോകുന്ന സ്ട്രെങ്ത് നല്ലതായിരിക്കും. ട്രാഫോർഡ് നല്ല ഗോൾ കീപ്പറാണ്, പക്ഷേ ഈ ട്രാഫോർഡിനെ പോലെ ടെക്നിക്കൽ ക്വാളിറ്റി, ഓൺ ദ ബോൾ ക്വാളിറ്റി, അല്ലെങ്കിൽ ടിപ്പിക്കൽ പെപ്പ് സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ലൈക്ക് എഡേഴ്സൺ ബോൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്യുക, അതൊന്നും ഈ ഒരു പ്ലെയർക്ക് ഇല്ലായിരിക്കാം, ഡൊന്നറുമ്മക്ക് ഇല്ലായിരിക്കാം. പക്ഷേ എന്താ പറയുക, നിങ്ങളെ മാച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പറാണ് ഡൊന്നറുമ്മ. അത് തന്നെയാണ് ആൾ ഓഫർ ചെയ്യുന്ന സംഗതി. എനിക്ക് വലിയ ടെക്നിക്കൽ ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷെ ഞാൻ മാച്ച് അങ്ങോട്ട് ജയിപ്പിക്കും. ഒരു 8 സേവ് 7 സേവൊക്കെ വേണമെങ്കിൽ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഗെയിം ഡിസൈഡ് ചെയ്യുന്ന ഒരു 1-2 സേവുകൾ ഉണ്ടല്ലോ, അത് നടത്താൻ എനിക്ക് പറ്റും. അതാണ് ഡൊന്നറുമ്മ. സോ അത് സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും സിറ്റിക്ക് കിട്ടുക, UCL ആണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൊന്നറുമ്മനെ PSG അവിടുന്ന് നൈസായിട്ട് പറഞ്ഞു വിട്ടുകൊണ്ട് തന്നെ PSG മുന്നിൽ പ്രൂവ് ചെയ്യണം. ഇനി ഇതുവരെ ആളുടെ ലെവൽ എന്താണോ നമ്മൾ വിചാരിച്ചത് അതിൻ്റെ മുകളിലേക്ക് ഉയർത്തി കാണിക്കണം എന്നൊക്കെയുള്ള ഒരു ഹങ്കർ ഡൊന്നറുമ്മൻ്റെ പോലത്തെ ഒരു പ്ലെയറുടെ മനസ്സിലേക്ക് വരാം. അപ്പം അതുകൊണ്ട് തന്നെ ഇതുവരെ PSG കണ്ട വേർഷൻ ഏതാണോ അതിലും ബെറ്റർ വേർഷനാണ് ആൾ പ്രീമിയർ ലീഗിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇപ്പം സിറ്റിൻ്റെ ഒരു നോട്ടപ്പുള്ളിയാണെന്ന് കേൾക്കുന്നുണ്ട്. എപ്പോഴും പെപ്പിൻ്റെ സിസ്റ്റത്തിലുള്ള ഗോൾ കീപ്പർമാർ ഭയങ്കര ടെക്നിക്കലാണ്. ഈ ഒരു പ്ലെയർ അത്ര ടെക്നിക്കൽ അല്ല എന്ന് പറയാം. പക്ഷേ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, എൻട്രിക്കോൻ്റെ സിസ്റ്റത്തിൽ നമ്മളെപ്പോഴും ടെക്നിക്കലായിട്ടുള്ള ഗോൾ കീപ്പർമാരെ കാണാറുള്ളത്. അതിൽ ടെക്നിക്കൽ അല്ലാത്ത ഭയങ്കര ഓൺ ദ ബോൾ എബിലിറ്റി ഒന്നും ഇല്ലാത്തൊരു പ്ലെയർ ആയിട്ട് വന്നത് ഡൊന്നറുമ്മയാണ്. പക്ഷേ ഡൊന്നറുമ്മ അവിടെ നൈസായിട്ട് ത്രൈവ് ചെയ്തു എന്നുള്ളതാണ്. സോ പറ്റും, പെപ്പിൻ്റെ സിസ്റ്റത്തിലേക്ക് വന്നാലും പറ്റും. അതുപോലെ തന്നെ നമ്മൾ യുണൈറ്റഡിനെ ലിങ്ക് ചെയ്തിട്ട് ന്യൂസസ് കേട്ടിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡിന് ഇങ്ങനത്തെ ഒരു പ്ലെയറെ കിട്ടുകയാണെങ്കിൽ മക്കൾ അത് ഹ്യൂജ് ബൂസ്റ്റാണ്. ഓൾറെഡി ഈ ഒരു സീസണിൽ അവർ കുറച്ച് കീ സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. ബലേബയെ കിട്ടുകയും അതേസമയം ഈ ഒരു പ്ലെയറെ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. കാരണം ഇപ്പോൾ അവിടെയുള്ള ഗോൾ കീപ്പർ ഒനാനയാണ്. ഒനാനൻ്റെ പെർഫോമൻസ് അറിയാം, ചില സമയത്ത് പെർഫോം ചെയ്യും, ചില സമയത്ത് അങ്ങനെ ഒരു ഗോൾ കീപ്പർ ഉള്ള പോലും നമുക്കറിയില്ല. ചിലപ്പം കൈമന്ന് പോവും, തട്ടിയിട്ട് നേരെ ഓപ്പണൻറ്റിൻ്റെ കാലിലേക്ക് ഇട്ട് കൊടുക്കും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഡൊന്നറുമ്മിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മാച്ച് വിന്നറാണ്. ആ മാച്ച് വിന്നർക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമൊക്കെ യുണൈറ്റഡിന് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. അതാണ് സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാലും യുണൈറ്റഡിലേക്ക് പോയി കഴിഞ്ഞാലും 2 ടീമിനും സ്യൂട്ടാകാൻ വേണ്ടി പോകുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ഡൊന്നറുമ്മ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ പ്ലെയർ നേരെ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ജെയിംസ് ട്രാഫോർഡ് അവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ജെയിംസ് ട്രാഫോർഡ് ആയിരിക്കും അവരുടെ ലോങ് ടേമിലേക്കുള്ളൊരു ഗോൾ കീപ്പർ എന്നൊക്കെയാണ്. അപ്പം ഡൊന്നറുമ്മ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കോമ്പറ്റീഷൻ വരും. എനിവേ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. ഓക്കെ, അതാണ് ഇപ്പം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.